ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ടൂർ പോയതാണ് കേട്ടോ. ടൂർ എന്ന് പറയാൻ പറ്റില്ല, സിയാറത്ത് എന്നും പറയാം. പിന്നെ ബീച്ചിലും പോയി, പാറപ്പള്ളി സിയാറത്തിന് പോയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ കുറേ ആയി വിചാരിക്കണം പാറപ്പള്ളി പോകണം, അവിടെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ആട്ടക്കള്ളിയാണ് ഇത്. ആങ്ങളുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ടൂർ പോകുക എന്ന് പറഞ്ഞപ്പോൾ, ബീച്ചിലൊക്കെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അതിൻ്റെ ഒരു ഉഷാറാണ് കേട്ടോ അത്. കുട്ടികൾ പിന്നെ അങ്ങനെയല്ല ബീച്ചിൽ പോകുക കളിക്കാനെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ട്രെയിനിലാണ് കേട്ടോ പോണത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണത്. അപ്പോൾ രാവിലെ 6 മണിക്കാണ് അവിടുന്ന് വന്നത്. ഞങ്ങൾ 7:30ക്കാണ് ട്രെയിനിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ചായ കുടിച്ച് കളയാൻ വിചാരിച്ച്. മുത്തുമോനാണ് കേട്ടോ അത്. ഒരു ട്വിൻസാണ് ഈ കുട്ടികൾ. അപ്പോൾ അവരെ സന്തോഷമാണ് അത്. ഇനി അവന് പറയുകയാണ് ഞങ്ങൾ ടൂർ പോകുകയാണ് ഗൈസ് എന്ന് പറയണത്. അവരെ സന്തോഷമാണത്, സന്തോഷം കാട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വാങ്ങി കുടിച്ചു, പട്ടുപത്തിരിയൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ട്രെയിൻ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവർ കുറച്ച് പേര് വന്നിട്ടില്ല കേട്ടോ. അവർ വരുന്നുള്ളവർ കാറിൽ വരുന്നുള്ളൂ. ഞങ്ങൾ ബസ്സിൽ വന്നു. അപ്പോൾ അവർ വരുമ്പോഴേക്കിനും റെയിലപ്പുറം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് കേട്ടോ. അതാ കുട്ടികൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറിപ്പോയി. സ്റ്റെപ്പ് കയറാനൊന്നും വയ്ക്കണില്ല. 2 സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും കിതക്കുകയാണ്. അപ്പോൾ അവരതാ ഉഷാറിലിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറേ ആയിട്ടുള്ളൊരാഗ്രഹമാണ് പാറപ്പള്ളി പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളിങ്ങനെ കൂടെ ഉള്ളവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അവർ വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഞങ്ങളുടെ സ്റ്റാമേറി വീഡിയോ എടുക്കേണ്ട അവരുടെ അവൾ കൈ കൊണ്ട് കാട്ടുകയാണ്. ഞങ്ങളുടെ കുഞ്ഞോനാണ് കേട്ടോ. അവനും വെയിറ്റിങ്ങിലാണ് ട്രെയിൻ വരുന്നത് നോക്കിയിട്ട്. അവൻ്റെ മാമ വന്നപ്പോൾ അവന് വേഗം ഓടിപ്പോവുകയാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടി വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ വണ്ടി വരുന്ന സമയമായിന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. വണ്ടി നിർത്തി ഇതിലാണ് തിരക്ക് കുറവ് വെച്ച് അതിൽ കയറാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിന് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സീറ്റൊന്നും ഇരിക്കാൻ കിട്ടിയില്ല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ മേലൊക്കെ കയറ്റിയിരുത്തി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറേ കണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ സീറ്റ് കിട്ടി. നേരെ കോഴിക്കോട്ടേക്കായിരുന്നു കേട്ടോ ട്രെയിന്. കോഴിക്കോട് ഇറങ്ങി ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമാണ് കൊയിലാണ്ടിക്കുള്ള ട്രെയിൻ കിട്ടിയത്. കുട്ടികളൊക്കെ മേലെ കയറ്റിയിരുത്തിയാണ്. കുഞ്ഞോനും മസ്ലാഹി ഒക്കെ മേലെ കയറിയിരിക്കുകയാണ്. പിന്നെ മേലെ നിന്ന് താഴത്തേക്ക് വരണം പറഞ്ഞിട്ട് അവിടെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കണതൊന്നും ശരിയാവുന്നൊന്നുമില്ല കേട്ടോ. ക്ഷമിക്കണം എല്ലാവരും. ക്ഷമിച്ച് നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് മുമ്പോട്ട് പോകുമല്ലോ. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ഇറങ്ങി, കോഴിക്കോട് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവരൊക്കെ മേലെ കയറാൻ വേണ്ടി നിൽക്കണം കേട്ടോ. എനിക്കിതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കൂടെ ഉള്ളവരൊക്കെ വേഗം പേടിയില്ലാണ്ട് പോയി. ഞാനും നാത്തൂനും മാത്രം സ്റ്റെപ്പ് കയറിപ്പോയി. പക്ഷെ അവരുടെ മുമ്പിട്ട് ഞങ്ങൾ എത്തി സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പോൾ അവരൊക്കെ കയറി മേലേക്ക് പോയി. ഞാനപ്പോൾ വീഡിയോ കുറച്ച് നേരം എടുത്തിട്ട് ഞാൻ
സ്റ്റെപ്പ് കയറി മേലേക്ക് പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ പാറപ്പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്ത് അവിടെ ചെറിയൊരു ബീച്ച് ഉണ്ട് കേട്ടോ. അവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഐശ്വര്യതയൊക്കെ വാങ്ങി കഴിച്ചു. പൈനാപ്പിൾ മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ മണലിങ്ങനെ ഇരിക്കണം കേട്ടോ. അത് അസ്ലാമേർ മണൽ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്ന് കാട്ടുകയാണ്. അങ്ങനെ കുറേ തിരമാലകളൊക്കെ ഇങ്ങനെ അടിക്കണതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നിന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞോനിതാ അവനിങ്ങനെ വാപ്പയും മാമിയും വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവർ രണ്ടാളും ഓടി കളിക്കുകയാണ് കേട്ടോ. പാറിൻ്റെ മേലെ കൂടെ വീടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല അവർ. അതിൻ്റെ ഒപ്പം കുഞ്ഞോനും കയറി നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഇവിടുന്ന് ഭക്ഷണം 2 ഹോട്ടലിൽ കയറി ഭക്ഷണമില്ല പറഞ്ഞ് തിരിച്ച് വന്ന ശേഷം വേറൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ചിക്കൻ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു. നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ. പിന്നെ അവിടെ കുട്ടികൾ കുറച്ച് പട്ടം പറപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ അതൊക്കെ നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് പട്ടങ്ങൾ പറപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും ക്ലിയറായിട്ട് കിട്ടിയൊന്നുമില്ല. പിന്നെ കുട്ടികൾ വെള്ളത്തിലിങ്ങനെ കളിക്കുക. അത് കുറച്ച് നേരം കളിക്കാൻ വിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ വെയിൽ താഴ്ന്നപ്പോഴത്തേന് സമയമായി. പിന്നെ എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമുക്കത് പറഞ്ഞിട്ടൊന്നും ശീലമില്ല. എല്ലാവരും പറഞ്ഞിട്ടാലാണ് റീച്ച് കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാരണമാണ് അത് പറഞ്ഞിടുന്നത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് ബോട്ടിലൊക്കെ കുട്ടികളൊക്കെ ആളുകളൊക്കെ ബോട്ടിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബോട്ടിലൊക്കെ കുറച്ച് ആളുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല നിറയെ കണ്ടില്ലേ, നിറയെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം 6 മണിയായപ്പോൾ ഞങ്ങൾ കളിയൊക്കെ നിർത്തി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കേട്ടോ. അവിടുന്ന് ട്രെയിനിൽ കയറി. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിലൊക്കെ മേലെയാണ് കയറ്റിയിരുത്തിയത്. ഇസ്ലാമിനെ അപ്പുറത്ത് ഫോണിൽ കളിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷൊർണൂർ വരെയാണ് ട്രെയിനുള്ളത്. ഷൊർണൂരിൽ പോയി അവിടുന്ന് ഇറങ്ങി ബസ് കയറി. ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് നേരിട്ട് ബസ് കിട്ടി. അവിടുന്ന് ലക്കിടിക്ക് പോകണം. അപ്പോൾ ലാസ്റ്റ് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ലക്കിടിക്ക് പോകാൻ. വീട്ടിലെത്തുമ്പോൾ 11 മണി കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ